ഹലോ എവ്രി വൺ. ഇന്നത്തെ വീഡിയോയിൽ BCAയുടെ ഫൈനാൻഷ്യൽ ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലെ മൊഡ്യൂൾ 4 മാർജിനൽ കോസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. നിലവിൽ ഞാൻ 2 മൊഡ്യൂള് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ചും കൂടി പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള മൊഡ്യൂൾസ് ആയതുകൊണ്ട് അത് ആദ്യം തുടങ്ങാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് പാർട്ടിലോട്ട് വരാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക. കൂടാതെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മളൊരു ക്രാഷ് ഓൺലൈൻ കോഴ്സ് കൊടുക്കുന്നുണ്ട് BCAയുടെ ഫൈനാൻഷ്യൽ ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. താല്പര്യമുള്ള കുട്ടികൾ എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ മെയിൽ ID കൊടുക്കുന്നുണ്ട്. ആ മെയിൽ IDയിലോട്ട് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ പറയാം. കാരണം ഇന്ന് 23-ാം തീയതിയായി, 28-ാം തീയതിയോടുകൂടി ആ രീതിയിൽ 28-ാം തീയതി ആകുമ്പോഴേക്കേ നമുക്ക് എന്ത് ചെയ്യണം, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ആ രീതിയിൽ ആർക്കെങ്കിലും വില്ലിംഗ് ആണെങ്കിൽ മെയിൽ ചെയ്താൽ മതി. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെയിൽ ID ഉണ്ടായിരിക്കും. ഒരു 10 ദിവസത്തെ ഒരു കോഴ്സിന് 500 രൂപയാണ് ഈടാക്കുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ മാർജിനൽ കോസ്റ്റിംഗ് എന്ന ഒരു ഭാഗത്തോട്ട് വരാം. മീനിങ് ആൻഡ് ഡെഫിനിഷൻ. ഇതിലൊക്കെ 2 മാർക്ക് 5 മാർക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇത് ആദ്യത്തെ ഇപ്പം ഈ വീഡിയോയിൽ ഞാൻ തിയറി പാർട്ട് മാത്രമാണ്. ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ടിൽ കംപ്ലീറ്റ് പ്രോബ്ലം ആണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് മാർജിനൽ കോസ്റ്റ്? മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാണ്. ഇപ്പം 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇനി അടുത്ത ഒരു എക്സ്ട്രാ ഒരു യൂണിറ്റും കൂടി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട അഡീഷണൽ കോസ്റ്റിനെയാണ് എന്ത് പറയുന്നത്, മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ചോദിക്കാറുണ്ട് കേട്ടോ. പിന്നെ അതിനൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ള ICMA ആണ്. ICMAയുടെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർജിനൽ കോസ്റ്റ് ആസ് ദ എമൗണ്ട് അറ്റ് എനി ഗിവൺ volume of output by which aggregate costs are changed if the volume of output changed. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, വോളിയം ഓഫ് ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ടിൻ്റെ ലെവൽ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, കോസ്റ്റിൽ വരുന്ന ചേഞ്ചസ് വരുന്നു അല്ലേ. അപ്പോൾ ആ കോസ്റ്റിനെയാണ് ഇത് പറയുന്നത് മാർജിനൽ കോസ്റ്റ് എന്ന് പറയും. ഒന്നല്ലെങ്കിൽ ആ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുകയോ ചെയ്യും. ദെൻ മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനെ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയും. കാരണം എന്താണ്, ഇൻക്രീസ് ഇൻ 1 യൂണിറ്റ് ഇൻ പ്രൊഡക്ഷൻ വിൽ കോസ്റ്റ് ആൻഡ് ഇൻക്രീസ് ഇൻ വാരിയബിൾ കോസ്റ്റ് ആണ്. വാരിയബിൾ കോസ്റ്റും എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. അപ്പം മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് പ്ലസ് ഡയറക്റ്റ് ലേബർ കോസ്റ്റ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ ഓവർഹെഡ്. അപ്പൊ എന്താണ് മാർജിനൽ കോസ്റ്റ് ചോദിച്ചാൽ ആദ്യത്തെ ഈ സെന്റൻസും എഴുതാം, ഇതും എഴുതാം കേട്ടോ. ദെൻ പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാ ഡയറക്റ്റും കൂടി ചേർന്നതിനെയാണ് എന്ത് പറയുന്നത്, പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് പ്ലസ് ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസസ്. അപ്പൊ മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൈം കോസ്റ്റ്. ഈ പറയുന്ന ഈ പ്രൈം കോസ്റ്റിനോട് കൂടെ എന്തും കൂടി ആഡ് ചെയ്താൽ മതി, വേരിയബിൾ ഓവർഹെഡ്സും കൂടി ആഡ് ചെയ്താൽ മതി. ഇനി മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ മാർജിനൽ കോസ്റ്റ് അസേർട്ടൈൻ ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത് പറയുന്നത്, മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അസേർട്ടൈൻമെന്റ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഫിക്സഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. നമുക്ക് ഒരു ഉൽപാദനത്തിന് വരുന്ന മൊത്തം ചെലവിനെ 2 ആയിട്ട് തരംതിരിക്കുക കേട്ടോ, ഫിക്സഡ് കോസ്റ്റ് എന്നും വേരിയബിൾ കോസ്റ്റ് എന്നും. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര ഉൽപ്പാദിപ്പിച്ചാലും അത് നിർബന്ധമായിട്ടും അത്ര യൂണിറ്റ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഒരു എമൗണ്ട് സഹിച്ചിരിക്കണം. ഇപ്പോൾ ഒരു ഏതെങ്കിലും ഒരു ബിൽഡിംഗ് എടുത്തിട്ട് നമ്മളൊരു ട്യൂഷൻ സെന്ററോ കാര്യങ്ങളോ ഒക്കെ ഇതാവുകയെന്ന് വെച്ചോളൂ. അപ്പോൾ ആ ബിൽഡിങ്ങിന്റെ ഒരു ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സ്ഥിരമായിട്ട് റെന്റ് കൊടുക്കണം. അപ്പോൾ അതൊരു ഫിക്സഡ് കോസ്റ്റ് ആണ് അല്ലേ. എന്നാൽ വേറെ ഇലക്ട്രിസിറ്റി കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഭാഗം ഫിക്സഡ് ആണ്, ഇത്ര യൂണിറ്റ് വരെ ഉപയോഗിച്ചാൽ അത് ഫിക്സഡ് ആണ്, ബാക്കിയുള്ളത് എന്താണ്, വേരിയബിൾ ആണ് അല്ലേ. കാരണം ഉപയോഗിക്കുന്നതിനനുസരിച്ച് പിന്നെ അത് കൊടുത്താൽ മതി. ഇപ്പൊ ഫിക്സഡ് പോർഷൻ എന്ന് പറഞ്ഞാൽ ഉൽപാദനത്തിനനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യില്ല. വാരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉൽപാദനത്തിനനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്തിരിക്കുന്ന കോസ്റ്റുകളെയാണ് വാരിയബിൾ കോസ്റ്റ്. ഈ വാരിയബിൾ കോസ്റ്റിനെയാണ് എന്ത് പറയുന്നത്, മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് അസേർട്ടൈൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ cost data presenting of cost data wherein variable cost and fixed cost are shown separately for managerial decision making. അപ്പോൾ മാനേജേഴ്സ് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മൊത്തം കോസ്റ്റിനെ 2 ആയിട്ട് വേർതിരിക്കും. എങ്ങനെ, ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. അതിൽ വേരിയബിൾ കോസ്റ്റ് മാത്രം എന്ത് ചെയ്യും, തീരുമാനങ്ങൾക്ക് എടുക്കും, ഫിക്സഡ് കോസ്റ്റിനെ കൺസിഡർ ചെയ്യില്ല. ആ തരത്തിലുള്ള കോസ്റ്റിംഗ് ടെക്നിക് ഇതാണ് എന്ത് പറയുന്നത്, മാർജിനൽ കോസ്റ്റിംഗ് എന്ന്
പറയുന്നത്. ദെൻ മാർജിനൽ കോസ്റ്റിന് എന്തും പറയാം, വേരിയബിൾ കോസ്റ്റിംഗ് എന്ന് പറയാം. ഇനി എന്തൊക്കെയാണ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നാണ്. മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഒരു മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് അല്ല, ഒരു ടെക്നിക്കാണ്. എന്തിനുള്ള, മാനേജീരിയൽ ഡിസിഷൻ മേക്കിങ്ങിനുള്ള ഒരു ടെക്നിക്കാണ് എന്ത് പറയുന്നത്, മാർജിനൽ കോസ്റ്റിംഗ്. അല്ലാതെ കോസ്റ്റിങ്ങിന്റെ ഒരു മെത്തേഡ് അല്ല മാർജിനൽ കോസ്റ്റിംഗ്. അവിടെ എല്ലാ കോസ്റ്റും എന്തായിട്ട് തരംതിരിക്കും, ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും. എന്നിട്ട് ഏത് കോസ്റ്റ് മാത്രമേ പ്രൊഡക്ഷനിൽ കൺസിഡർ ചെയ്യുള്ളൂ, വേരിയബിൾ കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് ആർ ചാർജ്ഡ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ഓഫ് ദി പീരീഡ്. ഫിക്സഡ് കോസ്റ്റ് എന്തിനെതിരെ ചാർജ് ചെയ്യുന്നു, പ്രോഫിറ്റിനെതിരെ അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ചാർജ് ചെയ്യുന്നു. പിന്നെ സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് പ്രൊഡക്ട്സ്, വർക്ക് ഇൻ പ്രോഗ്രസ്, ഇതിന്റെ ഒക്കെ എമൗണ്ട് ഏതിലാണ് കാണുന്നത്, ഏത് കോസ്റ്റിലാണ് കാണുന്നത്, വേരിയബിൾ കോസ്റ്റിലാണ്. സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേരിയബിൾ കോസ്റ്റിനോട് കോൺട്രിബ്യൂഷൻ ആഡ് ചെയ്താണ്. കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അപ്പോ സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ച കിട്ടുന്ന ആ ഡിഫറൻസിനെയാണ് എന്ത് പറയുന്നത്, കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു പ്രൊഡക്ട്സിന്റെ പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത് അതിന്റെ കോൺട്രിബ്യൂഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോക്കുന്നത്. ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് ആട്ടോ ഉള്ളത്. ദെൻ ഇതിന്റെ അസംഷൻസ് ആണ്. അസംഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതാണ്ട് അത് പറഞ്ഞ അതേപോലൊക്കെ തന്നെയാണ്. എല്ലാ കോസ്റ്റും ഫിക്സഡും വേരിയബിൾ ആക്കും. അതിൽ ഫിക്സഡ് കോസ്റ്റ് എപ്പോഴും എന്തായിരിക്കും, ഒരു ലെവൽ ഓഫ് ആക്ടിവിറ്റി വരെ അത് കോൺസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ ഫിക്സഡ് ആണെന്ന് പറയാം. പിന്നെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ചേഞ്ച് ചെയ്യുള്ളൂ. അത് പെർ യൂണിറ്റ് എന്തായിരിക്കും, ഫിക്സഡ് ആയിരിക്കും. പക്ഷെ മൊത്തത്തിൽ എന്തായിരിക്കും, വ്യത്യാസം ഉണ്ടായിരിക്കും. ഇങ്ങനെ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേന ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് വേരിയബിൾ കോസ്റ്റ് 10 ആണെന്ന് വെക്കാം. അപ്പോൾ 10 പേന ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി 100 രൂപ അല്ലെ. ഇനിയിപ്പോ 1000 രൂപയാണ്, 1000 പേനകളാവുമ്പോൾ പിന്നെ എന്ത് ചെയ്യും, 10,000 രൂപ. അപ്പൊ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ മാറുന്നത്, അതായത് പ്രൊഡക്ഷന്റെ യൂണിറ്റ് ആ വോളിയം മാറുന്നതിനനുസരിച്ച് ഈ വേരിയബിൾ കോസ്റ്റ് മാറും. പക്ഷെ പെർ യൂണിറ്റ് എത്ര തന്നെ നമ്മൾ പറഞ്ഞത് 10 തന്നെയാണ്. പിന്നെ സെല്ലിംഗ് പ്രൈസ് എന്താണ്, കോൺസ്റ്റന്റ് ആണ്. സെല്ലിംഗ് പ്രൈസ് എല്ലാ ലെവൽസ് ഓഫ് ആക്ടിവിറ്റിയിൽ ഇതൊരു അസംഷൻ ആണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ തിയറി ഇവിടെ നിൽക്കുള്ളൂ. ദെൻ പ്രൈസസ് ഓഫ് മെറ്റീരിയൽ, റേറ്റ്സ്, ലേബർ, ഇതും എന്ത് ചെയ്യില്ല, ചേഞ്ച് ചെയ്യില്ല. നമ്മളിത് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിന്റെ പ്രൈസ്, ലേബേഴ്സിന്റെ ചാർജിലൊന്നും വ്യത്യാസം ഉണ്ടാവില്ല. വോളിയം ഓഫ് പ്രൊഡക്ഷൻ മാത്രമാണ് കോസ്റ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏക ഫാക്ടർ. ഇവിടെ സ്റ്റോക്ക് ഉണ്ടാവില്ല. സ്റ്റോക്ക് ഉണ്ടാവില്ല പറഞ്ഞാൽ നമ്മൾ എന്ത് ഉൽപ്പാദിപ്പിക്കുന്നു അതെല്ലാം വിറ്റഴിച്ചു പോകും. അതാണ് അസംഷൻ. അഡ്വാൻറ്റേജസ് ഓഫ് ഇമ്പോർട്ടൻസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് എളുപ്പമാണ്, നമുക്ക് ഈസി ആൻഡ് സിമ്പിൾ ആയിട്ട് കാണാം. ദെൻ വാല്യൂഷൻ ഓഫ് സ്റ്റോക്ക്, സിമ്പിൾ ആയിട്ട് നമുക്ക് സ്റ്റോക്കിന്റെ വാല്യൂഷൻ ഇതിൽ നടത്താൻ പറ്റും. കാരണം ഫിക്സഡ് കോസ്റ്റ് കൺസിഡർ ചെയ്യുന്നില്ല, ഏത് മാത്രമേ നോക്കുന്നുള്ളൂ, മാർജിനൽ കോസ്റ്റ്. പിന്നെ കോസ്റ്റ് കൺട്രോൾ ഈസി ആയിട്ട് നടത്താൻ പറ്റുന്നതാണ്. 2 കോമ്പണന്റ് ആക്കിയിട്ട് കോസ്റ്റിനെ മാറ്റിയിട്ടുണ്ട്, ഫിക്സഡ് ആൻഡ് വേരിയബിൾ. അപ്പോൾ ഏതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി, വേരിയബിൾ കോസ്റ്റ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ദെൻ അടുത്തത് സ്റ്റോക്ക് ഓവർഹെഡ്. there is no problem of under or over absorption of overhead. ഫിക്സഡ് കോസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒഴിവാക്കുന്നുണ്ട്. എന്താ ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ ഈ ഡയറക്റ്റിനെല്ലാം കൂടി ചേർത്ത് നമ്മൾ എന്താ പറഞ്ഞത്, പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞില്ലേ. എല്ലാ ഇൻഡയറക്റ്റ് ഉൽപാദനവുമായി നേരിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളെയാണ് എന്ത് പറയുന്നത്, ചെലവുകളെയാണ് ഓവർഹെഡ് എന്ന് പറയാം. എല്ലാ ഇൻഡയറക്റ്റ്, അതായത് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഈസ് ഈക്വൽ ടു ഓവർഹെഡ്. ഈ ഓവർഹെഡ് എന്ത് ചെയ്യുന്നില്ല, അണ്ടർ അബ്സോർപ്ഷനും ഓവർ അബ്സോർപ്ഷനും വരുന്നില്ല. ദെൻ അടുത്ത പ്രോഫിറ്റബിലിറ്റി അസർട്ടൈൻമെന്റ് ഈസിയാണ്, പ്രോഫിറ്റ് പ്ലാനിങ്ങും നമുക്ക് ചെയ്യാൻ പറ്റും. ദെൻ അടുത്തതോ ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പ്രൈസിങ് പോളിസി. ഒരു പ്രൊഡക്ട്സിന് എത്ര പ്രൈസ് ഈടാക്കണം, ഓരോ സിറ്റുവേഷനിൽ, റിസഷൻ സ്റ്റേജിൽ എങ്ങനെയാ, ഡിപ്രഷൻ, ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ എങ്ങനെയാന്നൊക്കെ തീരുമാനിക്കുന്നു. ദെൻ അടുത്തതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത്. ഒന്ന്, എല്ലാ കോസ്റ്റുകളെയും നമുക്ക് ഫിക്സഡ്, വേരിയബിൾ എന്ന് പറഞ്ഞിട്ട് രണ്ടാക്കി തിരിക്കാൻ പറ്റില്ല. ചിലത് മാത്രമേ അങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മുറിച്ച് ഇത് ഫിക്സഡ് ആണ്, ഇത് വേരിയബിൾ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ദെൻ അടുത്തത് ഇത് അപ്ലൈ ചെയ്യാൻ നമ്മൾ പറയുന്ന പോലെ ഈസി അല്ല. ഈ മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്ക് ഒന്നും അപ്ലൈ ചെയ്യാൻ വലിയ വലിയ കോൺട്രാക്ട്സ്, ഷിപ്പ് ബിൽഡിങ് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കി നോക്കൂ, അവിടെ ഫിക്സഡ് കോസ്റ്റ് ആണ് കൂടുതൽ വേണ്ടത്. ഷിപ്പൊക്കെ ബിൽഡ് ചെയ്യുന്നിടത്ത് നമുക്ക് ഈ പറയുന്ന ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സജ്ജീകരണം ഒരുക്കാനായിട്ട് വലിയൊരു എമൗണ്ട് അവിടെ ചെലവഴിക്കും അല്ലേ, അത് ഫിക്സഡ് കോസ്റ്റ് ആണ്. അത് പക്ഷേ അവിടെ എന്ത് ചെയ്യുന്നില്ല, മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്കില് ഫിക്സഡ് കോസ്റ്റ് കൺസിഡർ ചെയ്യുന്നില്ല, ഏത് മാത്രമേ നോക്കുന്നുള്ളൂ, വേരിയബിൾ കോസ്റ്റ്. അപ്പൊ ഇങ്ങനത്തെ
കോൺട്രാക്ട്സിലൊന്നും എന്ത് ചെയ്യില്ല, ഈ ടെക്നിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിൽ ഫിക്സഡ് കോസ്റ്റിന്റെ അളവ് കൂടുതലായിരിക്കും. അവിടെ പോയി മാർജിനൽ കോസ്റ്റ് ടെക്നിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ഥാപനം എന്ത് ചെയ്യും, നഷ്ടത്തിൽ ഓടേണ്ടി വരും. കാരണം ശരിക്കും അവിടെ കൂടുതൽ ഏതാ വരിക, ഫിക്സഡ് കോസ്റ്റ് ആണ് വരിക. ദെൻ സ്റ്റോക്ക് അണ്ടർ വാല്യുവേഷൻ ആവാനുള്ള കാരണമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഫിക്സഡ് കോസ്റ്റ് കൺസിഡർ ചെയ്യാത്തതുകൊണ്ട്. ഒന്ന് മാത്രമല്ലേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇത് ഷോർട്ട് റൺ അനാലിസിസ് ആണ്, കുറഞ്ഞ കാലത്തേക്കുള്ള അനാലിസിസ് പർപ്പസിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ലോങ് ടേമിലാണ് നമ്മൾ ഫിക്സഡ് കോസ്റ്റ്, അപ്പോൾ അത്ര വലിയ പ്രാധാന്യം വരുന്നില്ല. ടൈം ഫാക്ടർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ റോങ് ബേസിസ് ഫോർ പ്രൈസിങ്. ഒരു സാധനത്തിന്റെ വില നമ്മൾ ഈടാക്കുമ്പോഴേ അതിൽ ഫിക്സഡും വേരിയബിളും കൺസിഡർ ചെയ്താലാണ് അത് കറക്റ്റ് പ്രൈസിലോട്ട് എത്തുക, അല്ലേ, പ്ലസ് പ്രോഫിറ്റും കൂടി. പക്ഷെ ഇവിടെ വേരിയബിൾ മാത്രം ആയതുകൊണ്ട് അത്രയ്ക്ക് കറക്റ്റായ പ്രൈസിലോട്ട് എത്തുന്നില്ല. പിന്നെ സെയിൽസിന് കൂടുതൽ എംഫസിസ് കൊടുക്കുന്നുണ്ട്. കാരണം വിറ്റ സാധനങ്ങൾ എല്ലാം എത്രത്തോളം വിൽക്കാൻ പറ്റുമോ അത്രയും വിൽക്കുക, അതായത് ഉൽപ്പാദിപ്പിച്ച മൊത്തം അങ്ങോട്ട് വിൽക്കുക എന്നുള്ളതാണ്. പ്രൊഡക്ഷൻ ഈസ് ഈക്വൽ ടു സെല്ലിംഗ് ആണ് ഈ മാർജിനൽ കോസ്റ്റിങ്ങിൽ പറയുന്നത്. അപ്പോൾ സെല്ലിങ്ങിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇനി എന്താണ് കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ, പേരിൽ തന്നെ ഉണ്ട്. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉൽപ്പാദിപ്പിക്കാനുള്ള ചെലവ്, വോളിയം എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് പ്രൊഡക്ഷൻ, പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ലാഭം. ഇത് മൂന്നും തമ്മിലുള്ള ബന്ധം കാണിക്കുന്നതാണ് കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ്, അല്ലെങ്കിൽ എന്താ പറയാ, CVP അനാലിസിസ് അങ്ങനെയും പറയൂ കേട്ടോ. CVP അനാലിസിസ് എന്നും പറയാറുണ്ട്. അപ്പോൾ CVP അനാലിസിസിൽ 3 ഫാക്ടറാണ് കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ്. അവിടെ എന്താ നോക്കുന്നത്, സ്റ്റഡി ഓഫ് ദി എഫക്ട്സ് ഓഫ് ഫ്യൂച്ചർ പ്രോഫിറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, സെയിൽ പ്രൈസ്, ക്വാണ്ടിറ്റി ആൻഡ് മിക്സ്. അതായത് ഫ്യൂച്ചർ പ്രോഫിറ്റിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്, അല്ലേ, ഓഫ് ദി ചേഞ്ചസ് ഇൻ ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, സെല്ലിംഗ് പ്രൈസ്, ക്വാണ്ടിറ്റി ആൻഡ് മിക്സ്. ഇതിലൊക്കെ വരുന്ന ചേഞ്ചസ് കാരണം ഫ്യൂച്ചർ പ്രോഫിറ്റിൽ വരുന്ന ചേഞ്ചസ് എത്രയാണെന്ന് നോക്കുന്നതാണ് കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. CVP അനാലിസിസിന്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ യൂസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് പ്രോഫിറ്റ് അക്യുറേറ്റ് ആയിട്ട് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും, മാനേജ്മെന്റിന് പ്രൈസിങ് പോളിസീസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, ബിസിനസിന്റെ പെർഫോമൻസ് വിലയിരുത്താൻ പറ്റും, ഫ്ലെക്സിബിൾ ബജറ്റ്സ് അങ്ങനെ ഒരു ചാപ്റ്ററിന് നമുക്ക് പഠിക്കാനുണ്ട്. അത് അതിന്റെ പ്രിപ്പറേഷൻ ഈസി ആക്കുന്നു. കോസ്റ്റ് കൺട്രോൾ, കോസ്റ്റ് റിഡക്ഷൻ, കൂടാതെ ബിസിനസ് മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു സാധനം വാങ്ങാൻ വേണ്ടി, നമ്മൾ വിൽക്കാൻ വേണ്ടിയിട്ട് അത് ഉണ്ടാക്കിയിട്ട് വിൽക്കണോ അതോ വാങ്ങിയിട്ട് നമ്മളെ കടയിൽ സ്റ്റോക്ക് ചെയ്തിട്ട് വിൽക്കണോ, അങ്ങനെ ഒരു തീരുമാനം. പിന്നെ സ്ഥാപനം ലാഭത്തിലല്ലെങ്കിൽ പൂട്ടിപ്പോണോ അതോ തുടരണോ, പുതിയൊരു പ്രൊഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യണോ വേണ്ടയോ, നമ്മൾ ഓർഡറുകൾ, സാധനത്തിനുള്ള ഓർഡർ ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ, ഇങ്ങനെയുള്ള പല തീരുമാനങ്ങളും ഒരു സ്ഥാപനം എടുക്കേണ്ടി വരും. അപ്പൊ ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് നോക്കിയിട്ടാണ് എടുക്കുന്നത്, CVP അനാലിസിസ് നോക്കിയിട്ടാണ് എടുക്കുന്നത്. പിന്നെ ബ്രേക്ക് ഈവൻ പോയിന്റ് തീരുമാനിക്കാം. ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ അവിടെ ലാഭം ഉണ്ടാവില്ല, നഷ്ടം ഉണ്ടാവില്ല. നമുക്കൊരു സാധനം ഉൽപ്പാദിപ്പിക്കാൻ 100 രൂപയായി നിൽക്കാം, അത് വിറ്റതും 100 രൂപയ്ക്കാണ്. അപ്പോൾ നമുക്ക് ഉണ്ടായ ചെലവ് 100, വിറ്റപ്പോൾ കിട്ടിയ വരുമാനം എന്ന് പറയുന്നത് 100. ടോട്ടൽ സെയിൽസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ റവന്യൂ ഈസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ്. ആ പോയിന്റിനെയാണ് എന്ത് പറയുന്നത്, ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. അടുത്തത് കോൺട്രിബ്യൂഷൻ ആണ്. കോൺട്രിബ്യൂഷൻ നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞു ജസ്റ്റ് ഒന്ന്. എന്താണ് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ, എക്സസ് ഓഫ് സെയിൽസ് ഓവർ വേരിയബിൾ കോസ്റ്റ്. സെയിൽസിനേക്കാളും വേരിയബിൾ കോസ്റ്റിനേക്കാളും കൂടുതലുള്ള സെയിൽസിനെയാണ് എന്ത് പറയുന്നത്, കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ചോദിക്കാറുണ്ട് കേട്ടോ, കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എക്സസ് ഓഫ് സെയിൽസ് ഓവർ വേരിയബിൾ കോസ്റ്റ്. അതായത് കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് എന്ന് എഴുതി വെച്ചാൽ മതി, അത്ര എഴുതിയാൽ മതി. കോൺട്രിബ്യൂഷൻ മാർജിൻ എന്ന് പറയും, ഗ്രോസ് മാർജിൻ എന്നൊക്കെ പറയാറുണ്ട്. കൂടാതെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തും പറയാം, ഫിക്സഡ് കോസ്റ്റിനോട് പ്രോഫിറ്റ് ആഡ് ചെയ്താൽ എന്ത് കിട്ടും, കോൺട്രിബ്യൂഷൻ കിട്ടും. ഇനി ഫിക്സഡ് കോസ്റ്റിനേക്കാളും കൂടുതലാണ് ഇഫ് കോൺട്രിബ്യൂഷൻ ഈസ് മോർ ദാൻ ഫിക്സഡ് കോസ്റ്റ്, അപ്പൊ അതിനെ പ്രോഫിറ്റ് എന്ന് പറയും. അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ ഫിക്സഡ് കോസ്റ്റിനേക്കാളും കുറവാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു, ലോസ് എന്ന് പറയുന്നു. അതൊക്കെ നമ്മൾ ഇനി അങ്ങ് ഇക്വേഷൻ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ്. ഇനി യൂസസ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് കോൺട്രിബ്യൂഷൻ, ഇറ്റ് ഹെൽപ്സ് ഇൻ ഫിക്സിംഗ് ദ സെല്ലിംഗ് പ്രൈസ്. പിന്നെ നമുക്ക് ബ്രേക്ക് ഈവൻ പോയിന്റ് തീരുമാനിക്കാൻ പറ്റും,
ഓരോ പ്രൊഡക്ട്സ് ഡിപ്പാർട്ട്മെന്റ്സ് അതിന്റെ പ്രോഫിറ്റബിലിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. മാനേജ്മെന്റിന് ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് മിക്സ് അല്ലെ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ദെൻ മേക്ക് ഓർ ബൈ ഡിസിഷൻ നേരത്തെ പറഞ്ഞല്ലോ അതെടുക്കാം. കീ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റബിലിറ്റിയെ സ്വാധീനിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഫാക്ടറിനെയാണ് കീ ഫാക്ടർ എന്ന് പറയുക. അത് ലേബർ ആണോ അല്ലെങ്കിൽ മെറ്റീരിയൽ ആണോ ഏതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. പിന്നെ മാനേജ്മെന്റിന് പുതിയൊരു പ്രൊഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള തീരുമാനം. പിന്നെ പ്രോഫിറ്റ് പൊട്ടൻഷ്യൽ നിലവിലുള്ളതിൻ്റെ പ്രോഫിറ്റ് പൊട്ടൻഷ്യൽ എത്രത്തോളം ഉണ്ട്. പിന്നെ കോസ്റ്റ് സെയിൽസ് പ്രോഫിറ്റ് ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അടുത്തത് പറയാനുള്ളത് ബ്രേക്ക് ഈവൺ അനാലിസിസ് ആണ്. ബ്രേക്ക് ഈവൺ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എസ്റ്റാബ്ലിഷസ് ദ റിലേഷൻ ബിറ്റ്വീൻ റവന്യൂ ആൻഡ് കോസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു വോളിയം. അതായത് റവന്യൂ കോസ്റ്റും തമ്മിലുള്ള ബന്ധം എന്ത് വെച്ചിട്ട് വോളിയം ഓഫ് പ്രൊഡക്ഷൻ കൂടുകയും കുറയുകയും ചെയ്യുന്നതിനനുസരിച്ച് എത്ര റവന്യൂ കൂടുന്നു എത്ര ചെലവ് കൂടുന്നു അല്ലെങ്കിൽ എത്ര റവന്യൂ കുറയുന്നു എത്ര കോസ്റ്റ് കുറയുന്നു ഇത് കാണിക്കുന്നതാണ് ബ്രേക്ക് ഈവൺ അനാലിസിസ് എന്ന് പറയുന്നത്. രണ്ട് രീതിയിൽ നമ്മൾ ബ്രേക്ക് ഈവൺ അനാലിസിസിനെ പറയാറുണ്ട്. ഈ നാരോ സെൻസ് ഏറ്റവും ഇടുങ്ങിയ രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ബ്രേക്ക് ഈവൺ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ബ്രേക്ക് ഈവൺ പോയിന്റ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബ്രേക്ക് ഈവൺ പോയിന്റ് ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത് ബ്രേക്ക് ഈവൺ അനാലിസിസ് എന്ന് പറയുന്നത്. ഏത് സെൻസിൽ? നാരോ സെൻസിൽ. എന്നാൽ കുറച്ച് ബ്രോഡായിട്ട് നമ്മൾ അങ്ങ് ചിന്തിക്കുകയാണ്. ബ്രോഡായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ബ്രേക്ക് ഈവൺ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ബ്രേക്ക് ഈവൺ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു ഡിറ്റർമിൻ ദ പ്രോബബിൾ പ്രോഫിറ്റ് അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ആക്ടിവിറ്റി. ഓരോ ലെവൽസ് ഓഫ് ആക്ടിവിറ്റിയിലും അതായത് ഓരോ ലെവൽസ് ഓഫ് പ്രൊഡക്ഷനിലും നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടും എന്ന് തീരുമാനിക്കുക. ഇനി മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് പരീക്ഷയ്ക്ക് സെയിൽസ് തന്നിട്ടുണ്ടാവും. അതേപോലെ ഈ ഡയറക്റ്റ് മെറ്റീരിയൽ ഡയറക്റ്റ് ലേബർ ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ തന്നിട്ടുണ്ടാവും. അപ്പൊ എങ്ങനെ ചെയ്യാത്? സെയിൽസ് ആദ്യം എഴുതുക, അതിൽ നിന്ന് മാർജിനൽ കോസ്റ്റ് കുറയ്ക്കുക. ഏതൊക്കെയാണ് മാർജിനൽ കോസ്റ്റ്? നേരത്തെ പറഞ്ഞിരുന്നു. ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, വേരിയബിൾ ഓവർഹെഡ്. അത് കുറച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇതേ കോൺട്രിബ്യൂഷൻ കിട്ടും. ഈ കോൺട്രിബ്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കുക. ഫിക്സഡ് കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. ഇതാണ് മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ഫോളോ ചെയ്തിരിക്കണം കേട്ടോ. ദെൻ അസംഷൻസ് അണ്ടർലൈൻ CVP അനാലിസിസ് ഓർ ബ്രേക്ക് ഈവൻ അനാലിസിസ്. നമ്മൾ നേരത്തെ പഠിച്ച അതൊക്കെ തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എല്ലാ കോസ്റ്റും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. വേരിയബിൾ കോസ്റ്റ് വോളിയം ഓഫ് ഔട്ട്പുട്ടിനനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ഫിക്സഡ് കോസ്റ്റ് കോൺസ്റ്റന്റ് ആണ്. സെല്ലിംഗ് പ്രൈസ് കോൺസ്റ്റന്റ് ആണ്. മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ അതിന്റെ സെയിൽസ് മിക്സ് റിമെയിൻസ് കോൺസ്റ്റന്റ് ആണ്. പിന്നെ ഓരോ പ്രൊഡക്ട്സ് വർക്കേഴ്സിന്റെ പ്രൊഡക്ടിവിറ്റി ഉൽപാദനക്ഷമത ആ ഒരു ഇത് കണക്കാക്കുന്ന കാലഘട്ടം വരെ എല്ലാ ദിവസവും ഒരേപോലെ തന്നെയാണ്, ചേഞ്ച് ചെയ്യില്ല. മാർക്കറ്റിലുള്ള പ്രൈസ് ലെവലും കോൺസ്റ്റന്റ് ആണ്. പിന്നെ ഫേം എന്താണോ ഉൽപ്പാദിപ്പിക്കുന്നത് അതെല്ലാം വിറ്റഴിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ എന്ത് മാത്രമാണ് ബിസിനസിന്റെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നത്? വോളിയം ഓഫ് പ്രൊഡക്ഷൻ. ഇനി അഡ്വാൻറ്റേജസ് ഓർ യൂസസ് ഓഫ് ദി CVP അനാലിസിസ് അല്ലെങ്കിൽ ബ്രേക്ക് ഈവൺ അനാലിസിസ്. ബ്രേക്ക് ഈവൺ അനാലിസിസിന്റെ അഡ്വാൻറ്റേജസ്: ഒന്ന്, സെയിൽസ് പ്രോഫിറ്റ് ഫോർകാസ്റ്റ് ചെയ്യാൻ സഹായിക്കും. ഇന്റർഫേം കമ്പാരിസൺ, അതായത് A എന്ന ഫേം B എന്ന ഫേം അങ്ങനെ തമ്മിൽ പ്രോഫിറ്റബിലിറ്റിയെ ബേസ് ചെയ്ത് കമ്പയർ ചെയ്യാൻ പറ്റും. ദെൻ ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, അതിലുണ്ടാവുന്ന എഫക്ട്സ് എത്രത്തോളം ഉണ്ട് പ്രോഫിറ്റിൽ, അത് എത്രത്തോളം എഫക്ട്സ് കൊണ്ടുവരുന്നു എന്നുള്ള മനസ്സിലാക്കാൻ പറ്റും. ദെൻ സെല്ലിംഗ് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ദെൻ അടുത്തത് ഇറ്റ് ഹെൽപ്സ് ടു ഫൈൻഡ് ഔട്ട് ദ വോളിയം ഓഫ് സെയിൽസ്. നമ്മുടെ വോളിയം ഓഫ് സെയിൽസ് എത്രയാണെന്നും വിച്ച് ഗിവ് എ ഡിസൈർഡ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. അതായത് നമ്മൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലിന് തുല്യമായിട്ട് ഒരു നല്ലൊരു പ്രോഫിറ്റ് കിട്ടണ്ടേ? അത് എത്ര സെയിൽസ് ഉണ്ടായാലാണ് അത് കിട്ടുക എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഓരോ ലെവൽസ് ഓഫ് ആക്ടിവിറ്റിയിൽ നമുക്ക് ഉണ്ടാവാൻ പോകുന്ന കോസ്റ്റ് എത്ര ഉണ്ടാവും, എത്ര കിട്ടും റവന്യൂ ആയിട്ട്. അതേപോലെ പ്രോഫിറ്റ് പ്ലാനിങ്, ദെൻ കമ്പാരിറ്റീവ് പ്ലാൻ ഡെഫിഷ്യൻസീസ് ഓഫ് ദി ഇൻഡസ്ട്രി, മാർജിൻ ഓഫ് സേഫ്റ്റി ടേം ഒക്കെ പറയാനുള്ളതാണ് കേട്ടോ. മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ബ്രേക്ക് ഈവൺ സെയിൽസ്, അതായത് നോ പ്രോഫിറ്റ് നോ സെയിൽസ് നോ ലോസ് എന്ന് പറഞ്ഞാൽ ഒരു ഇതുണ്ടല്ലോ. നോ പ്രോഫിറ്റ് നോ ലോസ് എന്ന് പറഞ്ഞാൽ പോയിന്റ് ഇല്ല, അതാണ് ബ്രേക്ക് ഈവൺ പോയിന്റ്. അവിടെ നടക്കുന്ന സെയിൽസിനേക്കാളും അതും ആക്ച്വൽ സെയിൽസും തമ്മിലുള്ള വ്യത്യാസം. ആക്ച്വൽ സെയിൽസ് മൈനസ് ബ്രേക്ക് ഈവൺ സെയിൽസ്, അതാണ് മാർജിൻ ഓഫ് സേഫ്റ്റി. ദെൻ
മേക്ക് ഓർ ബൈ ഡിസിഷനിൽ അപ്ലൈ ചെയ്യാറുണ്ട്. പ്രൈസ് പോളിസീസ്, ദെൻ കോസ്റ്റ് കൺട്രോളിന് പറ്റും. ഇനി ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് ഇതേപോലെ സെഗ്രിഗേറ്റ് ചെയ്യാൻ ഡിഫറെൻ്റ് ആണ്. പിന്നെ ഫിക്സഡ് കോസ്റ്റ് റിമെയിൻ ഫിക്സഡ് ആണ്. പക്ഷെ ഒരിക്കലും അങ്ങനെയില്ല. ശരിക്കും എപ്പോഴും ഇതിങ്ങനെ എല്ലാ കോസ്റ്റും മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. വേരിയബിൾ കോസ്റ്റ് ഡയറക്റ്റ് പ്രൊപ്പോർഷനിലാണ് മാറുന്നു എന്ന് പറയുന്നു. പക്ഷെ എപ്പോഴും ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആവണം എന്നില്ല. പിന്നെ അടുത്തത് വൺ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സെയിൽസ് മിക്സ് കോൺസ്റ്റന്റ് ആണെന്ന് പറയുന്നു. അതായത് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്ട്സ് അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന സെയിൽസ് മിക്സ്, അതായത് നമ്പർ ഓഫ് പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിന്റെ ഗ്രൂപ്പ് നമ്മൾ മാറ്റുന്നില്ല. അതൊക്കെ റിയൽ ലൈഫിൽ അത് നടക്കില്ല. ഇനി ഒത്തിരി നമ്പർ ഓഫ് പ്രൊഡക്ട്സ് ഉണ്ടാവുകയാണെങ്കിൽ പ്രത്യേകം നമ്മൾ ബ്രേക്ക് ഈവൻ ചാർട്ട് ഓരോ ഇൻഡിവിജ്വൽ പ്രൊഡക്ട്സിനും എന്ത് ചെയ്യേണ്ടി വരും, കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയാകുമ്പോൾ മൊത്തം ഫിക്സഡ് കോസ്റ്റ് ഇങ്ങനെ ഭാഗിച്ചിടേണ്ടി വരും എന്നുള്ളത് വേറൊരു ഇഷ്യൂ ആണ്. പിന്നെ സെല്ലിംഗ് പ്രൈസ് റിമെയിൻസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ നടക്കാത്ത കാര്യമാണ്. പിന്നെ ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ത് ചെയ്യുന്നുണ്ട്, എത്രയാണോ ക്യാപിറ്റൽ എംപ്ലോയ് ചെയ്തിട്ടുള്ളത് ഒരു ബിസിനസ്സിൽ അത് അവര് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അത് അവർ കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്യുന്നുണ്ട്. പിന്നെ ലോങ് ടേം പ്ലാനിങ്ങിന് ഇത് അത്ര നല്ല മെത്തേഡല്ല. സെമി വാരിയബിൾ കോസ്റ്റ് ഇത് കൺസിഡർ ചെയ്യുന്നില്ല. പിന്നെ കോസ്റ്റ്, വോളിയം, പ്രോഫിറ്റ് ഒരു ഗിവൺ ലെവൽ ഓഫ് ടൈമിലുള്ള ഒരു റിലേഷൻഷിപ്പ് മാത്രമാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. എന്താ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ പോയിന്റ് അവിടെ ആ ലെവൽ ഓഫ് ആക്ടിവിറ്റിയിൽ ടോട്ടൽ കോസ്റ്റ് എന്തിന് തുല്യമായിരിക്കും, അറ്റ് വിച്ച് ദ പോയിന്റ് അറ്റ് വിച്ച് ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ റവന്യൂ അല്ലേ. അവിടെ എന്തുണ്ടാവില്ല, പ്രോഫിറ്റും ലോസും ഉണ്ടാവില്ല. ഇക്വിലിബ്രിയം പോയിന്റ് എന്നൊക്കെ പറയാട്ടോ അതിനെ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയാം. അപ്പൊ ബ്രേക്ക് ഈവൻ പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പമാണ്. ഇനി എന്ത് ചെയ്യണം, ഇതിന്റെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കണം, എന്നാലേ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇതിൽ കുറഞ്ഞു പോയാൽ നമ്മൾ എന്ത് ചെയ്യും, നഷ്ടം വരും എന്ന് മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് കണ്ടെത്തുന്നത്. ഈ വീഡിയോയുടെ PDF ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. വീഡിയോയും കാണുക, പ്ലസ് നിങ്ങൾ PDF യൂസ് ചെയ്യുക. പറഞ്ഞ പോലെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. താല്പര്യമുള്ള കുട്ടികൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ മെയിൽ ID കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് മെയിലിലൂടെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് അറിയിക്കാം. ഓക്കെ, താങ്ക് യു.